ഇങ്ങനെ ഒരു പ്രവർത്തന സംരംഭം കുറിക്കപ്പെടുവാൻ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും സഹായിച്ചു. കർത്താവിന്റെ അഭിഷേകത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആത്മീക കാഴ്ചപ്പാടും ആത്മീക ദർശനവും ഈ ദേശത്ത് പ്രവർത്തിക്കുന്ന സാധുക്കളായിട്ടുള്ള പ്രിയപ്പെട്ടവരെ കരുതുക, അവരെ സ്നേഹിക്കുക, അവർക്ക് ആതുര സേവനം നടത്തുക, അത് കർത്തൃദാസന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ദൈവം കൊടുത്ത ഒരു ആത്മീക ദർശനമായിരുന്നു. തനിക്ക് അതിന് വേണ്ട പണമോ അതിന് വേണ്ട ബാങ്ക് ബാലൻസോ അതിന് വേണ്ട സാമ്പത്തികത്തിന്റെ ഭദ്രതകൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ തന്നെ താന് ദൈവം തനിക്ക് കൊടുത്ത ആരോഗ്യം വെച്ച് അധ്വാനത്തിലൂടെ ലഭിക്കുന്ന സമ്പത്ത് ഇതിനു വേണ്ടി മാറ്റിവെച്ച് ചില സന്ദർഭങ്ങളിൽ അതിന് പിന്നിൽ കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ വർഷത്തിൽ ഒരിക്കലായി അല്ലെങ്കിൽ 2 പ്രാവശ്യമായി ഇങ്ങനെയുള്ള പ്രവർത്തന സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കർത്താവിന്റെ ദാസനെ സഹായിച്ചുകൊണ്ടിരിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് നാളെ ജനുവരി മാസം 1-ാം തീയതി നടക്കുന്ന ഈ ധാന്യ വിതരണം, അരി വിതരണം ഏകദേശം 400 പേർക്ക് വേണ്ടി കർത്തൃദാസനവിടെ അത് കരുതിയിട്ടു. ഈ കർത്തൃദാസനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. 400 ഉള്ളത് നാളുകളിൽ അത് 1000 അത് വർദ്ധിച്ചു വരുവാൻ കർത്താവിന്റെ ദാസന്റെ കരത്തെ ദൈവം ബലപ്പെടുത്തട്ടെ. മാത്രമല്ല, മാസത്തിൽ ഒരിക്കലായി ട്രിവാൻഡ്രത്തുള്ള മെഡിക്കൽ കോളേജിൽ നിരവധി പ്രിയപ്പെട്ടവർക്ക്, ഏകദേശം 1000 പേരോളം അടങ്ങുന്ന പ്രിയപ്പെട്ടവർക്ക് വിശപ്പിന് ഭക്ഷണം കൊടുക്കുന്ന ഒരു നല്ല പ്രവർത്തന സംരംഭം കൂടി കർത്താവിന്റെ ദാസൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിൻപിൽ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇന്ന് വരെ അത് മുടങ്ങിപ്പോകാതെ ഇങ്ങനെ പ്രവർത്തിക്കാൻ കർത്താവിന്റെ ദാസൻ ശശിപാത്രയും കുടുംബത്തെയും ഈ സഭയെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കപ്പെടുകയാണ്. വിദ്യാലയങ്ങളൊക്കെ തുറക്കുന്ന സമയത്ത് സാധുക്കളായ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ബാഗും പുസ്തകങ്ങളും പഠന ഉപകരണങ്ങളും ഒക്കെ ഈ കർത്തൃദാസൻ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. കർത്താവിന്റെ അഭിഷേകത്തിനോട് ചേർന്ന് ഇവിടെ ആരാധിക്കുന്ന എല്ലാ കുടുംബങ്ങളും ചേർന്ന് പ്രവർത്തിക്കുന്ന കർത്തൃദാസന്മാർ അവരുടെയൊക്കെ അകമഴിഞ്ഞ സഹകരണവും പ്രാർത്ഥനയും ഒക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള വിജയം. നാളെ നടക്കുന്ന ഈ ധാന്യ വിതരണം അത് ഏറ്റവും ദൈവത്താൽ അനുഗ്രഹമായി തീരുവാൻ സർവശക്തനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസന്റെ കരത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അമർത്തി കുലുക്കി നല്ലൊരു പങ്ക്, ഒരു വലിയ നിറവ് അഭിഷേകത്തിന് മേൽ കൊടുക്കാൻ സർവശക്തനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിനകത്തുള്ള പിതാക്കന്മാരൊക്കെ നമുക്ക് കാട്ടിത്തന്ന മാതൃകാപരമായിരിക്കുന്ന ഒരു നല്ല പ്രവർത്തന സംരംഭം അത് ഈ കർത്തൃദാസൻ ഏറ്റെടുത്തിരിക്കപ്പെടുകയാണ്. 100 പേരിൽ ഒരാളിൽ പോലും കാണാത്ത ഒരു വലിയ പ്രവർത്തനമാണ്. ഇന്ന് അവരവർക്ക് സമ്പത്തുണ്ടാക്കണം, വീടുണ്ടാക്കണം, കാറുണ്ടാക്കണം, എസ്റ്റേറ്റ് ഉണ്ടാക്കണം, മറ്റു ക്രമീകരണങ്ങൾ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു ആത്മീക ഗോളത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി കരുതണം, അവരെ കൂടെ താങ്ങണം, അവർക്ക് കൂടെ കൊടുക്കണം എന്ന ഒരു ആത്മീക ചിന്തയും അങ്ങനെ ഒരു നിയോഗവും ഈ കർത്തൃദാസനിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. അതിനായി നാളുകളിൽ തന്റെ ദാസന്റെ കരത്തെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും അഭിഷേകത്തിൽ പകർന്നുകൊണ്ട് ദൈവം മാനിക്കട്ടെ, എല്ലാ ആശംസകളും കർത്തൃദാസന് പകർന്നുകൊണ്ട് വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്.